ഹലോ എവരിവൺ, എന്റെ പേര് മുഹമ്മദ് ആരിഫ് ഇസ്ലാമുദ്ദീൻ. ഞാൻ നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഇത് 2020 വഴിയാണ് കേട് വന്നിട്ട് റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു വരികയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വരികയായിരുന്നു. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു, നമുക്ക് 3 ഇക്വേഷൻസ് വന്നിരുന്നു. അത് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ അയൺ ഇലക്ട്രോൺ മെത്തേഡ് വഴി നമ്മൾ ബാലൻസ് ചെയ്യും. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി എല്ലാം ബാലൻസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് PH3 P4 P4 plus OH minus gives 4PH3 plus 4HPO2 minus. ഇതാണ് നമുക്ക് തന്നേക്കുന്ന 4. ഓക്കെ, അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എഴുതാം. ഇവിടെ 0, ഇവിടെ ഫോസ്ഫറസ് -3 +2. അതായത് PH3 plus HPO2 മൈനസ് ആകുമ്പോൾ 4 ആക്കിയത് കാരണം ഇവിടെ ഫോസ്ഫറസ് തന്നെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നത്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ അവിടെ നടക്കുന്നത്. അത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും 4 ഇട്ട് കൊടുത്തു. കാരണം P4 ഉണ്ടല്ലോ, അപ്പൊ രണ്ട് സൈഡിൽ നമുക്ക് 4 ഇട്ട് കൊടുത്തു. ബാലൻസ്. ഓക്കെ, നോക്കാം. ഇവിടെ 0-ൽ നിന്ന് -3 പോകും. ഇവിടെ റിഡക്ഷൻ നടക്കും. എത്ര കുറഞ്ഞു? നമ്മൾ നമ്പർ എത്ര കുറഞ്ഞു കൂടി കൺസിഡർ ചെയ്യുമ്പോൾ 4 ആറ്റത്തിനെയും കൺസിഡർ ചെയ്യണം. ഇപ്പൊ 0-ൽ നിന്ന് ടോട്ടൽ എത്ര കുറഞ്ഞു? 4 × -3 -12 കുറഞ്ഞു. ഓക്സിഡേഷൻ ആണെങ്കിൽ ഇവിടെ 0-ൽ നിന്ന് 4 × +2 8 പോകും. ഇൻക്രീസ് ബൈ 8. ഇനി രണ്ടിന്റെയും സെയിം ആക്കാൻ വേണ്ടി, ഇൻക്രീസും ഡിക്രീസും സെയിം ആക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ടുള്ള നമ്പറിലേക്ക് എത്തിക്കുന്നു. ഇവിടെ 12-ന് 8 കോമൺ ആയിട്ട് 24 ഉണ്ട്. അപ്പൊ അവിടെ ഇതിന്റെ 2 ചെയ്യാം, ഇതിന്റെ 3 ചെയ്യാം. 2P4 plus 3P4 gives 8PH3 plus 12HPO2 minus. Okay, so നമുക്ക് 5P4 gives 8PH3 plus 12HPO2 minus. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ബാലൻസ്. ചാർജ് ബാലൻസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചാർജ് ഒന്നുമില്ല, 0 ആണ്. PH3 ചാർജ് 0. ഇവിടെ 12 മൈനസ്. 12 മൈനസിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക് മീഡിയത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 12 OH മൈനസ് 5P4 plus 12 OH minus gives 8PH3 plus 12 HPO2 minus. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്യണം. ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 24 ഓക്സിജൻ ഉണ്ട്, 12 ഓക്സിജൻ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 12 വാട്ടർ കൂടെ ആഡ്. 5P4 plus 12 OH minus plus 12 H2O gives 8PH3 plus 12 HPA. നമ്മൾ ഇക്വേഷൻ ബാലൻസ്. ഓക്കെ, നമുക്കിനി അടുത്ത ഇക്വേഷനിലേക്ക് പോകും. രണ്ടാമത്തെ ഫോർമുല NaCH4 plus ClO3 minus. Gives NO plus ClO. NO plus Cl minus. ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എഴുതാം. നൈട്രജന്റെ ഇവിടെ ഓക്സിജൻ സ്റ്റേറ്റ് -2, ക്ലോറിൻ +5, നൈട്രജൻ -2 അല്ലെ +2, ഇവിടെ മൈനസ്. ഇവിടെ നൈട്രജൻ -2 +2 ഇട്ട് പോയി. നമ്പർ ഓഫ് നൈട്രജൻ സെയിം ആക്കാൻ വേണ്ടി ഇവിടെ 2 ഇട്ട് കൊടുത്തു. അപ്പൊ ക്ലോറിൻ +5 -4. ഇവിടെ നൈട്രജന് റിഡക്ഷൻ സംഭവിച്ചു. എത്ര കുറഞ്ഞു? -2 -4-ൽ നിന്ന് +4-ലേക്ക് അല്ലേ? ടോട്ടൽ നമ്പർ കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞു. -4-ൽ നിന്ന് +4-ലേക്ക് പോയി. ഇപ്പൊ എത്ര -4-ൽ നിന്ന് +4-ലേക്ക് ഓക്സിഡേഷൻ നടന്നു. ഇവിടെ എത്ര കൂടി? 3/8. അടുത്തത്
+5 നിന്ന് -1 അപ്പൊ എത്ര കുറഞ്ഞു? 6 കുറവ്. അപ്പൊ ഇവർക്ക് രണ്ടാർക്കും സെയിം ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇതിനെ ഇൻറ്റു 3 ചെയ്യുന്നു, ഇതിനെ ഇൻറ്റു 4. രണ്ടിനും 24 കിട്ടും. ഡിക്രീസും ഇൻക്രീസും 24 ആണ്. അപ്പം 3 into x4 plus 4 ClO3 minus gives 3 into 2 6 NO plus 4 Cl minus. നമ്മുടെ അടുത്ത് ചാർജ് ബാലൻസ്. ഇവിടെ നമുക്ക് ഇവിടെ 0 ചാർജ് ഉണ്ട്, ഇവിടെ -4 ഉണ്ട്, ഇവിടെയും 0, ഇവിടെയും -4. അപ്പൊ ചാർജ് രണ്ടിടത്തും ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഇനി ഓക്സിജൻ ആദ്യം ബാലൻസ്. ഓക്സിജൻ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 12 ഓക്സിജൻ, ഇവിടെ 6 ഓക്സിജൻ ഉള്ളൂ. അപ്പൊ നമുക്ക് റൈസിൽ ഒരു 6 വാട്ടറും കൂടെ ആഡ് ചെയ്യും. 3 into H4 plus 4 ClO3 minus 6 NO plus 4 Cl minus plus 6 നമ്മൾ ആ ഇക്വേഷൻ ബാലൻസ് ആക്കും. Cl2O7 plus H2O. is ClO2 minus SO2. അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ +7 -1 +3 +0. ഫ്ലോറിന്റെ ഫ്ലോറിൻ സെയിം ആക്കാൻ വേണ്ടി 2 കൊടുക്കാം. നമുക്ക് ക്ലോറിൻ +7 നിന്ന് +3 പോയി. അപ്പൊ അവിടെ റിഡക്ഷൻ നടക്കും. എത്ര കുറഞ്ഞു? 2 into +7 +14 നിന്ന് +6 പോയി. ഇവിടെ 8 കുറഞ്ഞു. +14 നിന്ന് +6 8 കുറഞ്ഞു. എന്നിട്ട് ഇവിടെ -1 നിന്ന് 0. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നടന്നു. എത്ര നടന്നു ടോട്ടൽ? -1 into -2 നിന്ന് 0 -2 നിന്ന് 0 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ബൈ. ഇത് നമ്മൾ ഇൻറ്റു 4 ചെയ്താൽ രണ്ടിടത്തും ഇൻക്രീസ് ചെയ്യുന്നത് 8 ആവും. Cl2O7 plus 4H2O2 gives 2 ClO2 minus plus 4O2. ചാർജ് ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് 2 മൈനസ് ഉണ്ട് റൈറ്റ് സൈഡിൽ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 മൈനസ് വരുത്താൻ വേണ്ടി 2 OH ആഡ് ചെയ്യും. 2OH minus gives 2 ClO2 minus plus 4O2. നമ്മൾ നമ്പർ ഓഫ് ഓക്സിജൻ ബാലൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് 8 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ. അപ്പൊ ടോട്ടൽ നമുക്ക് റിയാക്ഷൻ സൈഡിൽ 17 ഓക്സിജൻ. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് എത്ര ഉണ്ട്? ഇവിടെ 4 ഓക്സിജൻ, ഇവിടെ 8 ഓക്സിജൻ, നമുക്ക് 12 ഓക്സിജൻ. അപ്പൊ നമുക്ക് 5 ഓക്സിജന്റെ കുറവുണ്ട് മൊത്തത്തിൽ. അപ്പൊ 5 ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 വാട്ടർ ആഡ് ചെയ്യും. അപ്പൊ അത് നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. Cl2O7 plus 4H2O2 plus 2OH gives 2 ClO2 plus 4O2 plus 5H2. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ബാലൻസ്. റൈറ്റ് സൈഡിൽ നമുക്ക് 10 ഹൈഡ്രജൻ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 10 ഹൈഡ്രജൻ. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ വരും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ.
20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് സോർട്ട് ഓഫ് ഇൻഫർമേഷൻ ക്യാൻ യു ഡ്രോ ഫ്രം ദി ഫോളോയിങ് റിയാക്ഷൻ? അപ്പോൾ റിയാക്ഷൻ അടുത്ത് എഴുതാം. 2 plus 2 orange minus 8 Cn minus plus Cn out plus H2O. നമ്മൾ ഓരോരുത്തരും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. ഇവിടെ സിയുടെ ഓക്സിജൻ സ്റ്റേറ്റ് പ്ലസ് 3 ആണ്. ഇൻ മൈനസ് 2 പ്ലസ് 2 CnO മൈനസ് പ്ലസ് 4. അപ്പം കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാർബണിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കും അല്ലേ? ഇവിടെ ഓക്സിഡേഷൻ നടന്നു, ഇവിടെ റിഡക്ഷൻ നടക്കും. ഒരു കോമ്പൗണ്ടിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് അതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അല്ലേ? ഈ റിയാക്ഷൻ ഒരു ഡിസ്പ്രപ്പോർഷണൽ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. The Mn3 plus ion is unstable in solution and undergoes disproportionation to give Mn2 plus MnO2 and H plus ion. Write a balanced ion equation for the reaction. നമുക്ക് Mn3 പ്ലസിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ എന്താണ് അസിഡിക് മീഡിയത്തിൽ നടക്കുന്നത് ബാലൻസ് ആയിട്ട് ചെയ്യും. Mn3 പ്ലസ് Mn2 പ്ലസ് തരും, MnO2 തരും, ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്കിത് ബാലൻസ് ചെയ്യാം. ഇവിടെ നോക്കാം, Mn3 പ്ലസിൽ നിന്ന് 2 പ്ലസിലോട്ട് പോയി, Mn3 പ്ലസ് 4 പ്ലസിലോട്ടും പോയി. ആദ്യത്തെ ഇവിടെ റിഡക്ഷൻ നടക്കും. എത്ര കുറഞ്ഞു? ഇവിടെ ഡിക്രീസ് ബൈ 1. ഇവിടെ എത്ര കൂടി? ഇവിടെ ഓക്സിഡേഷൻ ഇൻക്രീസ് ബൈ 1 ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, രണ്ടിടത്ത് ഇൻക്രീസ് എന്ന് പറയുന്നത് സെയിം ആണ്. Mn3 plus is രണ്ടിടത്ത് നമ്മൾ എന്താ പ്രാവശ്യം ആഡ് ചെയ്യണം. Mn3 plus Mn3 plus gives Mn2 plus MnO2. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ. അപ്പോൾ നമ്മളെടുത്ത് എഴുതിയാൽ 2Mn3 plus gives Mn2 plus MnO2 എന്ന് വരും. ഓക്കെ, നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യും. ഇവിടെ നമുക്ക് 6 പ്ലസ് ഉണ്ട്, ഇവിടെ 2 പ്ലസ് ഉണ്ട്. അസിഡിക് മീഡിയത്തിൽ നമുക്ക് റൈറ്റ് സൈഡിൽ 4H പ്ലസ് ഉണ്ട്, ആഡ് ചെയ്യണം. നമുക്ക് 2Mn3 plus gives Mn2 plus MnO2 plus 4H plus എന്ന് വരും. ഓക്സിജനെ ബാലൻസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ 2 ഓക്സിജൻ, ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 2 വാട്ടർ ആഡ് ചെയ്യും. 2Mn3 plus 2H2O is Mn2 plus MnO2 plus 4. നമ്മൾ എല്ലാം ബാലൻസ്, ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ബാലൻസ് ചെയ്തു. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ ഫൈനൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
22ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി എലമെന്റ്. ഇവിടെ 4 എലമെന്റ്സ് വന്നിട്ടുണ്ട്: സീഷ്യം, നിയോൺ, അയഡിൻ ആൻഡ് ക്ലോറിൻ. ഐഡന്റിഫൈ ദി എലമെന്റ് ദാറ്റ് എക്സിബിറ്റ്സ് ഓൺലി നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമുള്ള എലമെന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നെഗറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് മാത്രമുള്ള എലമെന്റ് ഏതാണ്? പഠിച്ചിട്ട് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലോറിൻ ആണ് നെഗറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് മാത്രമുള്ള. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലോറിനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എലമെന്റ് ദാറ്റ് എക്സിബിറ്റ്സ് ഓൺലി പോസിറ്റീവ് ഓക്സിജൻ. പോസിറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് മാത്രമുള്ള എലമെന്റ്. പോസിറ്റീവ് അപ്പം എന്താണ്? എന്തായാലും ഒരു മെറ്റലാണ്. ഈ കൂട്ടത്തിൽ മെറ്റൽ ആയിട്ടുള്ളത് സീഷ്യം മാത്രം. ഇപ്പം സീഷ്യമാണ് ആൽക്കലി മെറ്റലുകളിൽ സീഷ്യമാണ് ഇവിടുത്തെ പോസിറ്റീവ് ഓക്സിജൻ മാത്രമുള്ള എലമെന്റ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എലമെന്റ് ദാറ്റ് എക്സിബിറ്റ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ഓക്സിജൻ നെഗറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? നിയോൺ, അയഡിൻ നമുക്കുള്ളത് അയഡിൻ ആണ്. നമുക്കറിയാം എന്താണ് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അപ്പൊ ആ എലമെന്റ് നമുക്ക് ഐഡന്റിഫൈ ദ എലമെന്റ് വിച്ച് എക്സിബിറ്റ്സ് നൈദർ നെഗറ്റീവ് നോർ ദി പോസിറ്റീവ് ഓക്സിജൻ. നെഗറ്റീവ് പോസിറ്റീവ് അല്ലാത്ത ഓക്സിജൻ സ്റ്റേറ്റ് സീറോ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള ആരൊക്കെയാണുള്ളത്? അത് നിയോൺ ആണ്. നോബിൾ ഗ്യാസ് നിയോൺ ആണ്. പക്ഷെ നിയോണിൽ ചില കോമ്പൗണ്ട്സുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെ എക്സെപ്ഷൻ ആണ്. ജനറലി പറയുമ്പോൾ സീറോ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ളത് നിയോൺ. Chlorine. 23rd question. Chlorine is used to purify drinking water. Excess of chlorine is harmful. The excess of chlorine is removed by treating with the sulfur dioxide. Present a balanced reaction for this redox change taking place in water. അപ്പൊ നമുക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കാറുണ്ട്. എക്സസ് ക്ലോറിൻ ആയാൽ അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്യും. ഇപ്പൊ ക്ലോറിൻ സൾഫർ ഡയോക്സൈഡും കൊണ്ടുള്ള റിഡോക്സ് റിയാക്ഷൻ നമ്മൾ ബാലൻസ്ഡ് ആക്കി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ Cl2 plus SO2 gives Cl minus plus SO4. ക്ലോറിന്റെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് SO2 നെ SO4 2 മൈനസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന ചേഞ്ച്. നമ്മളിവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ അറിയേണ്ടത്? അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ +0 +4 -1 ഇവിടെ +6. ക്ലോറിൻ 0 നിന്ന് -1ലേക്ക് പോയി. അപ്പൊ അവിടെ റിഡക്ഷൻ നടക്കും. എത്ര കുറഞ്ഞു? ടോട്ടൽ കൺസിഡർ ചെയ്യുമ്പോൾ 2 എണ്ണം കുറഞ്ഞു. സൾഫർ +4 നിന്ന് +6ലേക്ക് പോയി. അപ്പൊ ഓക്സിഡേഷൻ നടന്നു. എത്ര കൂടി? ഇൻക്രീസ് ബൈ നമ്മൾ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട. ഇവിടുത്തെ ഡിക്രീസ് ഇൻക്രീസ് രണ്ടും സെയിം ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ എന്താണ്? ചാർജ് ബാലൻസ്. ചാർജ് ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ ചാർജുകളൊന്നുമില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു 2 ഉണ്ട്, 2 2 ഉണ്ട്. അപ്പം -4 ഉണ്ട്. അപ്പം റൈറ്റ് സൈഡിലെ -4 കളയാൻ വേണ്ടി നമ്മൾ ഒരു 4H+ നമ്മൾ ഇട്ട് കൊടുക്കും. The 4H+ കൊടുക്കുകയാണെങ്കിൽ Cl2 SO2 gives 2Cl minus plus SO4 2 minus plus 4H+. ഓക്കെ, ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നമുക്ക് 4 ഓക്സിജൻ, ലെഫ്റ്റ് സൈഡിൽ 2 ഓക്സിജൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 2 വാട്ടർ ആഡ് ചെയ്യും. SO2 plus 2H2O gives 2Cl minus SO4 2 minus plus 4H. ഹൈഡ്രജൻ ബാലൻസ് ആയി നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 4 ഹൈഡ്രജൻ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ മൊത്തത്തിൽ ബാലൻസ്ഡ് ആയി. ഇതാണ് ഇവിടെ ഉള്ള ബാലൻസ്ഡ് ഇക്വേഷൻ.
അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. Refer to the periodic table given in your book and now answer the following questions. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? സെലക്ട് ദി പോസിബിൾ നോൺ മെറ്റൽസ് ദാറ്റ് ക്യാൻ ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാൻ പറ്റുന്ന നോൺ മെറ്റൽസ് ഏതാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സെലക്ട് 3 മെറ്റൽസ് ദാറ്റ് ക്യാൻ ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. 3 ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കാൻ പറ്റുന്ന 3 മെറ്റൽസിനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാൻ പറ്റണമെങ്കിൽ ആ എലമെന്റ് മിനിമം 3 ഓക്സിഡൈൻ സ്റ്റേറ്റ് എങ്കിലും കാണിക്കാൻ പറ്റും കോമ്പൗണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്ന നോൺ മെറ്റൽസ് ഏതൊക്കെയാണോ ടേബിളുള്ളത്? നമുക്ക് ഫോസ്ഫറസ്, ക്ലോറിന്, സൾഫറും. ഓക്കെ, ഡിസ്പ്രപ്പോർഷൻ കാണിക്കാൻ പറ്റുന്ന മെറ്റൽസ് പറയുകയാണെങ്കിൽ ഇതായിരിക്കും കൂടുതലും ട്രാൻസിഷൻ മെറ്റൽസ് ആയിരിക്കും. എന്താണ് ഒരു മൂന്ന് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്ന ട്രാൻസിഷൻ മെറ്റൽസിലേ വരുന്നുള്ളൂ. അപ്പൊ നമുക്കിവിടെ എക്സാമ്പിൾസ് ആയിട്ട് മാംഗനീസ് ഉണ്ട്, ഗാലിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. In Ostwald's process for the manufacture of nitric acid, the nitric acid manufacture process പേരാണ് Ostwald process. The first step involves the oxidation of ammonia gas by oxygen to give nitric oxide and nitric oxide gas and steam. What is the maximum weight of nitric oxide that can be obtained starting only with 10 gram of ammonia and 20 gram of oxygen? അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അമോണിയ ഗ്യാസ് നമ്മൾ ഓക്സിജൻ റിയാക്ട് ചെയ്ത് നമുക്ക് നൈട്രിക് ഓക്സൈഡ് വാട്ടർ കിട്ടും. അതാണ് ഓസ്വാൾഡ് പ്രോസസ്സിന്റെ ഫസ്റ്റ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ ചെയ്താൽ ഇവിടെ 4NH3 plus 5 oxygen is 4NO plus 6H2O. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 4 മോൾ NH3 5 മോൾ ഓക്സിജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? നമുക്ക് ആദ്യം 10 ഗ്രാം അമോണിയ തന്നിട്ടുണ്ട്, 20 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്. എത്ര നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നതാണ് ചോദിച്ചത്. നൈട്രിക് ഓക്സൈഡ് എത്ര ഫോം ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിത് എത്ര, ഇത് രണ്ടും ഓരോന്ന് എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, NH3യുടെ അറ്റം എന്താണ്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 17 ആണ് അല്ലേ. ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 ആണ്. അപ്പൊ നമുക്ക് ഓരോന്ന് എത്ര മോൾസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ എത്ര മോൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്ര നമുക്ക് 10/17 വരും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര തന്നിട്ടുണ്ട്? 20/32. ഇത്രയും മോൾസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 4x17 gram ഓഫ് NH3 എത്ര ആൾക്കാരായിട്ട് റിയാക്ട് ചെയ്യും? 5x20 gram ഓഫ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. എന്ന് വെച്ചാല് 68 ഗ്രാം അമോണിയ 100 ഗ്രാം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 ഗ്രാം അമോണിയ 100/68 ഗ്രാം ഓഫ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് എത്ര അമോണിയ തന്നിട്ടുണ്ട്? നമുക്ക് 10/17 മോൾ അല്ലെങ്കിൽ 10 ഗ്രാം അമോണിയ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 10 ഗ്രാം അമോണിയ എത്ര ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും? 10 ഗ്രാം അമോണിയ നമുക്ക് 100/68 into 10 ഗ്രാം ഓഫ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. ഇത് എത്ര വരും? നമുക്ക് 1000/68 എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 14.7 ഗ്രാം ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ എത്ര ഗ്രാം ഓക്സിജനേ ഉള്ളൂ? 20/32
20 ഗ്രാം ഓക്സിജൻ നമ്മുടെ കയ്യിലുണ്ട്. 10 ഗ്രാമിന് 14.7 ഗ്രാം ഓക്സിജൻ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് നമ്മുടെ അമോണിയാണ്. അപ്പൊ 4 മോൾ അമോണിയ ഉണ്ടെങ്കിൽ 4 മോൾ എണ്ണ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 10/17 മോൾസ് ഓഫ് അമോണിയ നമുക്ക് ഉണ്ടെങ്കിൽ എത്ര എണ്ണ കിട്ടും? 10/17 മോൾസ് ഓഫ് എണ്ണ നമുക്ക് കിട്ടും. അപ്പൊ 10/17 മോൾ ഓഫ് എണ്ണ നമുക്ക് എത്രയാണെന്ന് നോക്കാം. എണ്ണയുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 + 8. സോറി, 7 + 8 അല്ല, 14 + 16 നമുക്ക് വരുന്നത് മാസ് എനിക്ക് 30 വരുന്നത്. എത്ര വെയിറ്റ് എത്രയാണ്? വെയിറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ്. 10/17 ഇൻറ്റു 13 300/17. 17.64. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. 5:20 നോക്കാം. 13 100 ഗ്രാം ആയിട്ടുള്ളത് 160 ഗ്രാം ആയിട്ട്. 1 ഗ്രാം 160/68 വരും. 10 ഗ്രാം 160/68 വരും. നമുക്കിവിടെ 23.53 ഗ്രാം. ഇപ്പൊ 10 ഗ്രാം അമോണിയ 23 ഗ്രാമോ 23.53 ഗ്രാം ഓഫ് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ 20 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്സിജൻ ലിമിറ്റിംഗ് റിയേജന്റ് വരാണ്. ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക, 5 മോൾ ഓക്സിജൻ നമുക്ക് 4 മോൾ NO തരും. ഓക്കെ, ആണെങ്കിൽ 1 മോൾ ഓക്സിജൻ നമുക്ക് 4/5 മോൾസ് ഓഫ് NO തരും. നമുക്ക് ഇവിടെ എത്ര മോൾ ഓക്സിജൻ ഉണ്ട്? 20/32 മോൾസ്. അപ്പൊ 20/32 മോൾസ് ഉണ്ടെങ്കിൽ മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4/5 ഇൻറ്റു 20/32 മോൾസ് ഓഫ് NO നമുക്ക് കിട്ടും. പക്ഷെ എത്ര മോൾസ് ആണ്? പക്ഷെ 0.5 മോൾ എന്ന് വരും. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇത് 0.5 എന്ന് കിട്ടും. 0.5 മോൾസ് ഓഫ് NO. 0.5 മോൾസ് ഓഫ് NO എന്ന് പറഞ്ഞാൽ എത്ര? ഒരു എന്നോടെ മോളിക്കുലർ മാസ് 30 ആണ്. 0.5 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 15 ഗ്രാംസ് ഓഫ് നൈട്രജൻ ഓക്സൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 15 ഗ്രാം നൈട്രജൻ ഓക്സൈഡ് നമുക്ക് കിട്ടും. ഇവിടെ ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് ആയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 26. Using the standard electrode potentials given in table 8.1, predict the reaction between the following is this. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ച് ഈ താഴെ തന്നേക്കുന്ന റിയാക്ഷൻസ് നടക്കൂ ഇല്ലയോ എന്നൊക്കെ അറിയാം. നടക്കൂ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് നമ്മൾ റിയാക്ഷൻ എഴുതുവാണെങ്കിൽ Fe3+ I- ഉള്ള റിയാക്ഷൻ എങ്ങനെയാ? Fe3+ I- Fe2+ I2. ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. Fe3+ Fe2+ ആവുന്നതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 0.77 ആണ്. 0.77 വോൾട്ട് ആണ് തന്നെ.
I2 I മൈനസ് ആവുന്നതിന്റെ നമുക്ക് എത്ര തന്നേക്കുന്നത്? ഇപ്പൊ 0.54 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പം I മൈനസ് തിരിച്ചാവുന്നതിന് എന്ത് വരും? ഇപ്പൊ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്നത് I - I2 ആണ്. അപ്പം ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ത് വരും? നമുക്ക് -0.54 വോൾട്ട് എന്ന് വരും ഇല്ലേ? I - I2 ആവുന്നത്. അപ്പൊ നമ്മൾ ഓവറോൾ റിയാക്ഷൻ ഇലക്ട്രോഡ് E0 ചേഞ്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? റിഡക്ഷന്റെ ഓക്സിഡേഷൻ അപ്പൊ എന്ത് വരും ഇവിടെ? 0.7 റിഡക്ഷന്റെ മൈനസ് ഓക്സിഡേഷൻ ആയിരിക്കും -0.77 -0.54 ഇത് 0.23 വോൾട്ട്. മനസ്സിലാക്കൂ. റിഡക്ഷൻ എന്താണ്? റിയാക്ഷന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് പോസിറ്റീവ് കിട്ടിയാൽ ആ റിയാക്ഷൻ പോസിബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ Fe3 പ്ലസിന്റെ I മൈനസിന്റെ നമുക്ക് എന്ത് കിട്ടി? പോസിറ്റീവ് ആണ് കിട്ടി. അപ്പൊ ആ റിയാക്ഷൻ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ. രണ്ടാമത്തത് Ag പ്ലസും Cuവും തമ്മിൽ എന്താണ് സംഭവിക്കുന്നത്? Ag പ്ലസ് എന്താണ്? Ag ആവണം. Cuയോടെ Cu2 പ്ലസ് ആവണം. ഇതിൽ വേണ്ട ചേഞ്ച്. ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കിയാൽ Ag പ്ലസ് Ag ആവുന്നതിൻ്റെത് നമുക്ക് തന്നേക്കുന്നത് 0.8 വോൾട്ട് ആണ്. Cu2 പ്ലസ് ആവുന്നതിൻ്റെത് നമുക്ക് -0.34 വോൾട്ട് ആണ്. അതിന്റെ E0 നമ്മുടെ അടുത്ത് എന്ത് വരും? E0 റിയാക്ഷൻ നമ്മുടെ അടുത്ത് എന്ത് വരും? E0 റിഡക്ഷൻ ഇവിടെ 0.8 മൈനസ് E0 ഓക്സിഡേഷൻ മൈനസ് ഓഫ് 0.34. ഇത് നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.8 മൈനസ് 0.34 നമുക്ക് 0.46. ഓക്കെ. നേരത്തെ നമ്മൾ E0 റിഡക്ഷൻ മൈനസ് എന്താണ് പ്ലസ് E0 ഓക്സിഡേഷൻ അതായിരുന്നു ചെയ്തിട്ടുള്ളത്. നമ്മൾ മൈനസ് അതിനോട് ഇട്ടിരുന്നു. മിസ്റ്റേക്ക് പറ്റിയതാണ്. അവിടെ 0.77 ആയിരുന്നു റിഡക്ഷൻ്റെ. ഓക്സിഡേഷൻ്റെ അവിടെ റിഡക്ഷൻ്റെ അവിടെ 0.77, ഓക്സിഡേഷൻ്റെ അവിടെ -0.54 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0.23 കിട്ടുന്നത്. അത് പോസിറ്റീവ് കിട്ടിയോണ്ട് നമ്മൾ ഈ റിയാക്ഷൻ ഫീസിബിൾ ആണെന്ന് പറഞ്ഞു. ഇവിടെ അതേപോലെ നമ്മുടെ മൈനസ് 0.46 ഇവിടെയും പോസിറ്റീവ് കിട്ടിയോണ്ട് റിയാക്ഷൻ ഫീസിബിൾ ആണ്. മൂന്നാമത്തെ നോക്കാം. Fe3 പ്ലസും Cu. Fe3 പ്ലസ് Fe2 പ്ലസ് ആകുമ്പോൾ അതിന്റെ ഈസിയ 0.43 ആണ്. Ca2 പ്ലസ് ആവുന്നതിൻ്റെത് 0.77 ആണ്. 0.77 കോപ്പറിന് നമുക്ക് -0.34 ആണ് ഉള്ളത്. ഇത് രണ്ടും കൂടെ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് വരും? 0.77 മൈനസ് 0.34 നമുക്ക് 0.43 വരും. അപ്പൊ അതും പോസിറ്റീവ് ആണ്. അപ്പൊ ആ റിയാക്ഷൻ ഫീസിബിൾ ആണ്. അടുത്ത Agയും Fe3 പ്ലസ്. Ag എന്താണ്? Ag പ്ലസ് ആവണം. അതിന്റെ E0 വാല്യൂ വരുന്നത് -0.8 ആണ്. ഇനി Fe3 പ്ലസ് Fe2 പ്ലസ് ആണ്. അതിന്റെ E0 വന്നിരിക്കുന്നത് 0.77 ആണ്. അപ്പൊ ടോട്ടൽ റിയാക്ഷന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് വരും? ഒന്നും കൂടെ ആഡ് ചെയ്യാം. -0.8 പ്ലസ് 0.77 നമുക്ക് -0.03 വരും. അപ്പൊ അത് നെഗറ്റീവ് വന്നുകൊണ്ട് ഈ റിയാക്ഷൻ ഫീസിബിൾ അല്ല. ഓക്കെ.
അടുത്തത് Br2 Fe2 പ്ലസ്. ഇപ്പം Br2 എന്ത് നമുക്ക് 2Br മൈനസ് അതിന്റെ ഈസർ നമുക്ക് തന്നേക്കുന്നത് 1.09 വോൾട്ട്. ഈ Fe2 പ്ലസ് Fe3 പ്ലസ് ആണ്. അതിന്റെ ഈസർ നമുക്ക് എത്രയാണ്? അതിന്റെ ഈസർ നമുക്ക് തന്നേക്കുന്നത് -0.77. അപ്പൊ നമ്മൾ രണ്ടും കൂടെ മൈനസ് ചെയ്താൽ ഈ സീറോ എന്താ വരും? 1.09 മൈനസ് 0.77 വരും. നമുക്കിത് 0.32 എന്ന് കിട്ടും. ഇതും എന്താണ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ പീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, predict the products of electrolysis in each of the following. നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ പ്രൊഡക്ട്സ് എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറയുന്നത്. അക്വ സൊല്യൂഷൻ ഓഫ് AgNO3 വിത്ത് സിൽവർ ഇലക്ട്രോഡ്. കാഥോഡിൽ എന്താണ് നമുക്കറിയാം, കാഥോഡിൽ നമുക്ക് റിഡക്ഷൻ നടക്കും. ഒന്നുകിൽ കാഥോഡിൽ എന്താണ് കാഥോഡിൽ നമുക്ക് വാട്ടർ മോളിക്യൂളിന്റെ റിഡക്ഷൻ നടക്കാം, അല്ലെങ്കിൽ Ag+ റിഡക്ഷൻ നടക്കും. കാരണം സൊല്യൂഷനിലാണ് നമുക്ക് അപ്പോൾ വാട്ടർ മോളിക്യൂളും ഉണ്ട്. ഈ രണ്ടിലും ഏതാണ് റിഡക്ഷൻ നടക്കുക? ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Ag എന്താണ് വാട്ടറിനേക്കാളും കൂടുതലാണ്. അവിടെ Ag+ ആണ് അവിടെ റിഡക്ഷൻ നടക്കുക. അപ്പൊ എന്താണ് അവിടെ നടക്കുക? കാഥോഡിൽ Ag+ ഉണ്ടാവും. Ag+ ഒരു ഇലക്ട്രോണെ വാങ്ങി Ag ആവും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഈ റിയാക്ഷന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് തന്നെങ്കിൽ E0 വരാൻ തന്നെങ്കിൽ E0 നമുക്ക് -0.8 വോൾട്ട് തന്നെ. പക്ഷെ വാട്ടറിന്റെ ആണെങ്കിൽ വാട്ടർ മോളിക്യൂളിന്റെ റിഡക്ഷൻ ഇത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്തു. അതിന്റെ E0 വാല്യൂ -0.83 ആണ്. അപ്പം Agയുടെ ആണ് ഹയർ ആയിട്ടുള്ള വാല്യൂ, അതുകൊണ്ടാണ് അവിടെ കാഥോഡിൽ ഇത് നടക്കും. ഓക്കെ, കാഥോഡിൽ ഈ റിയാക്ഷൻ നടക്കും. ഈ ആനോഡിൽ എന്താ നടക്കും? ആനോഡിൽ എന്താണ് ആർക്കൊക്കെ ഓക്സിഡേഷൻ നടക്കാൻ സാധ്യതയുണ്ടോ? ഒന്നുകിൽ വാട്ടറിന് ഓക്സിഡേഷൻ നടക്കാം, അല്ലെങ്കിൽ Ag+ അയോണിന് Ag മെറ്റലിന് അവിടെ ഓക്സിഡേഷൻ നടക്കും. ഇവിടെ എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് Ag എന്താണ് ഇവിടെ ഹയർ ആണ്. ആർക്ക്? Ag. അപ്പൊ അതുകൊണ്ട് വാട്ടറിനായിരിക്കും അവിടെ ഓക്സിഡേഷൻ നടക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ 2H2O O2 + 4H+ + 4 ഇലക്ട്രോൺസ്. ഇതിന്റെ ഈസ്റ്റർ വാല്യൂ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇതിന്റെ ഈസ്റ്റർ വാല്യൂ നമുക്ക് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതല്ല. ആനോഡിൽ നമുക്ക് ഇവിടെ സിൽവർ മെറ്റൽ Ag+ ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. അക്വ സൊല്യൂഷൻ ഓഫ് AgNO3 വിത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ്. AgNO3 പ്ലാറ്റിനം ഇലക്ട്രോഡ് വെച്ച് ചെയ്യും. പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്താണ് ഓക്സിഡൈസ് ചെയ്യാൻ ഭയങ്കര പാടുള്ള ഒരു ഇലക്ട്രോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആനോഡിൽ എന്താണ് പ്ലാറ്റിനവും വാട്ടർ ഉള്ള എന്താണ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നടക്കത്തില്ല, അവിടെ വാട്ടറിന്റെ ഓക്സിഡേഷൻ നടന്ന് അവിടെ കിട്ടുന്നത് അവിടെ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുക? കാഥോഡിൽ നമ്മുടെ
Ag പ്ലസ് അയോൺസിന് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തത് dilute solution of H2SO4 with platinum electrode. H2SO4 ആണ് platinum electrode stage. എന്താണ് മൂന്നാമത്തെ കാഥോഡിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? H2SO4 platinum electrodes റിലീസ് ചെയ്താൽ നമുക്ക് ഹൈഡ്രോജൻ ആണ് റിഡക്ഷൻ ആണ്. H പ്ലസ് അയൻസിനോട് റിഡക്ഷൻ ആണ് ഹൈഡ്രോജൻ ഗ്യാസ്. ഇതാണ് കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ആനോഡില് നമ്മുടെ വാട്ടറിന് ഓക്സിഡേഷൻ നടക്കും. അവിടെ നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ഓക്സിഡേഷൻ നടന്ന് ഓക്സിജൻ അവിടെ റിലീസ്. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ നടക്കുന്നത് റിയാക്ഷൻ. അടുത്ത CuCl2, aqueous solution of CuCl2 with platinum electrode. CuCl2 ആണ് നമ്മൾ platinum electrodes വെച്ച് ചെയ്യാം. അപ്പൊ CuCl2 നമ്മൾ അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്ന Cu2 പ്ലസ് അയോണും കിട്ടും, 2 Cl മൈനസ് അയോണും കിട്ടും. അപ്പൊ കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ് നോക്കാം. റിഡക്ഷൻ ഇപ്പോൾ 2 ഓപ്ഷൻ ഉള്ളത്, ഒന്ന് Cu2 പ്ലസ് അയോൺ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആണ് കൂടുതൽ വാട്ടറിനേക്കാൾ. അപ്പോൾ കോപ്പറിന് റിഡക്ഷൻ നടക്കും. Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ഇതാണ് കാഥോഡ് നടക്കുന്നത്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്, അതായത് Cl മൈനസ് അയോൺ അല്ലെങ്കിൽ H2. അപ്പൊ നമ്മൾ വാട്ടറിന്റെയും Cl മൈനസ് അയോൺ രണ്ടിന്റെയും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ നോക്കിയാൽ വാട്ടറിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ. അപ്പം പൊട്ടൻഷ്യൽ വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ടറിനാണ് ഓക്സിഡേഷൻ സംഭവിക്കേണ്ടത്. പക്ഷെ വാട്ടർ മോളിക്യൂൾസ് എന്താണ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ ആവശ്യമുണ്ട്, ഒരു എക്സ്ട്രാ വോൾട്ടേജ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് Cl മൈനസ് ഇവിടെ റിയാക്ട് ചെയ്യത്തും. Cl മൈനസ് എന്ത് ചെയ്യും? 2 Cl മൈനസ് ഇലക്ട്രോണായിട്ടാണ് 2 ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ട് നമുക്ക് Cl2 ഗ്യാസ്. ഇതാണ് ആനോഡിൽ നടക്കുന്ന പറയാം. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ഫോളോയിങ് മെറ്റൽസ് ഇൻ വിച്ച് ദി ഡിസ്പ്ലേസ് ഈച്ച് അതർ ഫ്രം ദി സൊല്യൂഷൻ ഓഫ് ദ സോൾവെന്റ്. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ച് ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് വരിക റെഡ്യൂസിംഗ് പവർ വെച്ചാണ് നമ്മൾ പറയുക. റെഡ്യൂസിംഗ് പവർ കൂടുതലുള്ള ആള് എന്ത് പറ്റും? അതിന് കുറവുള്ള ആള് അതിന് സൊല്യൂഷൻ ഡിസ്പ്ലേസ് ചെയ്ത് അയോൺസ് ആയിട്ടോടെ നീക്കും. ഓക്കെ, അപ്പൊ മഗ്നീഷ്യത്തിന് അലൂമിനിയത്തിന് ഡിസ്പ്ലേസ് ചെയ്യാം, അലൂമിനിയത്തിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാം, സിങ്കിനെ അയണിന് ഡിസ്പ്ലേസ് ചെയ്യാം, അയണിന് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് ഓർഡർ വരും. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ. ഈവൻ ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ചിലതിന് തന്നിട്ടുണ്ട്. റെഡ്യൂസിംഗ് പവർ. ഇപ്പൊ റെഡ്യൂസിംഗ് പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. റെഡ്യൂസിംഗ് പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്താണ്? ഓക്സിഡേഷൻ നടക്കാൻ എന്താണ് ചാൻസ് കൂടുതലുള്ളതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ. ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉള്ള ആർക്കാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ആൾക്കാർക്ക് ഓക്സിഡേഷൻ നടക്കാൻ ഏറ്റവും ചാൻസ് ഉണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവുള്ള ആർക്കാണ്? ഇവിടെ പൊട്ടാസ്യത്തിനാണ്, -2.93. അപ്പൊ അവർക്കായിരിക്കും ഓക്സിഡേഷൻ നടക്കാൻ ഏറ്റവും ചാൻസ് ഉണ്ട്. അപ്പൊ അതായിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, അപ്പൊ പൊട്ടാസ്യം ഫസ്റ്റ് വരും. പിന്നെ കുറവുള്ളത് മഗ്നീഷ്യം, പിന്നെ ക്രോമിയം -0.74, പിന്നെ മെർക്കുറി, പിന്നെ സിൽവർ. ഇപ്പൊ റെഡ്യൂസിംഗ് പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡർ പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഏറ്റവും ഓക്സിഡേഷൻ നടക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ആള് പൊട്ടാസ്യം ആണ്. അപ്പൊ ആ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Depict the galvanic cell in which the reaction zinc plus 2Ag plus gives zinc 2 plus 2Ag takes place. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് കാണിക്കാം. ഗാൽവാനിക് സെൽ നമ്മൾ എങ്ങനെ കാണിക്കാം? നമ്മൾ എങ്ങനെ എഴുതുന്നത്? സിങ്ക്
സിങ്ക് 2+ ആവും. Ag+ ആവും. എപ്പോഴും ഓക്സിഡൈസ്ഡ് ഫോം ആണ്. ഓക്കെ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഇലക്ട്രോഡാണ് നെഗറ്റീവ്ലി ചാർജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സിങ്ക് ഇലക്ട്രോഡ് ഇല്ലേ, അത് അവിടെ 2 ഇലക്ട്രോൺസിന് കളഞ്ഞുകൊണ്ട് സിങ്ക് 2+ ആയിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിന് അക്യുമുലേഷൻ ഉള്ളതുകൊണ്ട് സിങ്ക് ഇലക്ട്രോഡ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ്ലി ചാർജ്. ദ കാരിയേഴ്സ് ഓഫ് ദി കറണ്ട് ഇൻ ദി സെൽ. അപ്പൊ ഇവിടെ കറണ്ട് കൊണ്ടുവന്ന ആരാണ്? ഗാൽവാനിക് സെല്ലിൽ അയോൺസ് ആണ് കറണ്ടിന്റെ ഫ്ലോയ്ക്ക് സഹായിക്കുന്നത്. ഓരോ ഇലക്ട്രോഡിലുള്ള ഇൻഡിവിജ്വൽ റിയാക്ഷൻ ഏതാണ് പറയുന്നത്. ഇപ്പൊ സിങ്ക് ഇലക്ട്രോഡിന്റെ അവിടെ എന്താ നടക്കുക? സിങ്കും സിങ്ക് 2+ +2 ഇലക്ട്രോൺ അവിടെ നടക്കും. ഈ സിൽവർ ഇലക്ട്രോണിലാണ് എന്ത് സംഭവിക്കുക? ഈ ഇലക്ട്രോൺ വാങ്ങിക്കൊണ്ട് സിൽവർ അവിടെ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, എത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇവിടെ നമ്മൾ നിർത്താണ്. താങ്ക് യു.